ഹലോ ചങ്ങായിസ്, ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ട് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു കിടുക്കാച്ച ഒരു കോഴിമുട്ടക്കറി റെസിപ്പി നോക്കിയാൽ. ഇത് സാധാ മുട്ടക്കറി അല്ല കേട്ടോ. അതിനായിട്ട് കുറച്ച് തക്കാളി ചെറു പീസസായി ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനിത് മൺചട്ടിയിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് തക്കാളി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് വേറൊരു പാത്രത്തിൽ കുഴിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആണെങ്കിൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു കോഴിമുട്ട വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ചെറിയ തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കുക. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇത് പച്ചമണമൊക്കെ മാറുന്നതോടെ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുറുകിയിരിക്കുന്നതാണ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പില വറ്റൽമുളക് കൂടി താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കോഴിമുട്ടക്കറി തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.